TP കേസിലെ ഒന്നാം പ്രതി TK രജീഷിന് പരോൾ 15 ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കരുത് എന്ന ഉപാധിയിലാണ് പരോൾ. രജീഷ് 2 ദിവസം മുൻപ് പുറത്തിറങ്ങി. ആദ്യമായാണ് രജീഷിന് പരോൾ അനുവദിക്കുന്നത്. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സുനിൽ, വിശദാംശങ്ങൾ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ അലയടിച്ച് നിൽക്കുന്നതിനിടയിലാണ് TP ചന്ദ്രശേഖരൻ കേസിലെ പ്രധാന പ്രതി, മുഖ്യപ്രതിയായിട്ടുള്ള TK രജീഷിനും കൂടി ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നത്. TK രജീഷിനെ കുറിച്ച് പറഞ്ഞാൽ, TK രജീഷ് TP ചന്ദ്രശേഖരൻ വധക്കേസിന്റെ മുഖ്യ സൂത്രധാരനെന്ന് കോടതി കണ്ടെത്തിയ ആളാണ്. രജീഷാണ് കൊടിസുനിയും ഷാഫിയും അടക്കമുള്ള മുഴുവൻ ആളുകളെയും ഈ കൊലപാതകത്തിനുള്ള സംഘാംഗങ്ങളെ ഉണ്ടാക്കുന്നതും അത് രൂപീകരിക്കുന്നതും പദ്ധതി ആസൂത്രണം ചെയ്യുന്നതുമൊക്കെ TK രജീഷാണെന്ന് കോടതി പിന്നീട് കണ്ടെത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും രജീഷിന് ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പരോൾ അനുവദിച്ചിരുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കേസിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന നിലയ്ക്ക്. രണ്ടാമത്തെ കാര്യം, മറ്റ് ചില കേസുകളിൽ കൂടി TK രജീഷ് പ്രധാന പ്രതിപ്പട്ടികയിൽ വരികയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് TK രജീഷ്. ആ കേസിലെ ഒന്നാം പ്രതിയായിരുന്നു. മാത്രമല്ല, ആ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. അതായത് നിലവിൽ 2 ജീവപര്യന്തം തടവുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലുള്ള ആളാണ് TK രജീഷ്. മുഴപ്പിലങ്ങാട് സൂര്യ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ വിധി വന്നിട്ട് കേവലം 2 മാസങ്ങൾ പോലും പൂർത്തിയായിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് രജീഷിന് പരോൾ നൽകിയിരിക്കുന്നത്. ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടാൽ 2 വർഷത്തിന് ശേഷം മാത്രമേ പരോൾ അനുവദിക്കാൻ പാടുള്ളൂ എന്ന ജയിൽ നിയമം പോലും ഇവിടെ തെറ്റിക്കപ്പെട്ടിരിക്കുന്നു, ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതും ലംഘിച്ചാണ് ഇപ്പോൾ രജീഷിന് ഇത് നൽകിയിരിക്കുന്നത്, പരോൾ നൽകിയിരിക്കുന്നത്. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് CPMന്റെ കണ്ണൂർ സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജനും രംഗത്തെത്തിയിട്ടുണ്ട്. ജയരാജൻ പറയുന്നത്, കൊടിസുനി എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് രജീഷിന് അർഹമായ പരോൾ നൽകാതിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് P ജയരാജൻ പറയുന്നത്. എന്തായാലും രജീഷിനോട് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കരുത് എന്ന നിബന്ധനകളോടുകൂടിയാണ് ഇപ്പോൾ ഈ പരോൾ അനുവദിച്ചിരിക്കുന്നത്.